ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഹങ്കർ ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ആൻഡ് നൗ വി ഡിസ്കസ് 1848 ദ റെവല്യൂഷൻ ഓഫ് ദ ലിബറൽസിൻ്റെ 1848 റെവല്യൂഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. The revolution was led by educated middle class who combined their demands for constitutionalism with national unification. അതായത് കോൺസ്റ്റിറ്റ്യൂഷണലിസം വിത്ത് നാഷണൽ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റോട് കൂടെ അത് അവർക്ക് കിട്ടണം, അവിടെയുള്ള ആളുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളെല്ലാം വേണം എന്നുള്ള നീഡ് അവിടെ താമസിക്കുന്ന ഹ്യൂമൻ ബീയിങ്സിനുണ്ടായി. അപ്പോൾ ഇത്രയും ആവശ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിൽ വരുന്ന ആളുകളാണ് 1848 ലിബറൽസിൻ്റെ റവല്യൂഷന് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് ഓൺ 18th May 1814 members of associations elected 831 representative who took their places the Frankfurt Parliament convention at the Church of St. Paul and drafted a constitution for the German nation. ഓക്കെ, അതായത് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് 1848 May 18 ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അസോസിയേഷൻസിൽ നിന്ന് വന്നിട്ടുള്ള 831 വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സിനെ ചൂസ് ചെയ്തിട്ടാണ് സെൻറ്റ് പോൾ ചർച്ചിൽ വെച്ചിട്ട് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവർ എന്ത് ചെയ്തു, ജർമ്മൻ നേഷന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് it was opposed by the King of Prussia and also lost its social basis as no rights were given to workers and women. ഇങ്ങനെയൊക്കെ അവർ പുതിയതായി ന്യൂ ആയിട്ടുള്ള സൊസൈറ്റീസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എന്ത് വരുന്നുണ്ട്, അവിടെ എംപ്ലോയീസിനെയും വിമൻസിൻ്റെയും ഒക്കെ റൈറ്റ്സ്, അവരുടെയൊക്കെ അവകാശങ്ങൾ അവർക്ക് കൊടുക്കാത്തതുകൊണ്ട് തന്നെ, അവരുടെ റൈറ്റ്സ് എംപ്ലോയീസിനും വിമൻസിനും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന സൊസൈറ്റീസിനെ ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാർലമെൻറ്റിൻ്റെ ആയിക്കോട്ടെ അവർക്കൊക്കെയുള്ള സപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിമൻസിന് അതുപോലെ എംപ്ലോയീസിനുള്ള റൈറ്റ്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ന്യൂ ആയിട്ട് വരുന്ന പാർലമെൻറ്റിൻ്റെയൊക്കെ സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോഴ്സ്ഡ് ദ ഓട്ടോക്രാറ്റിക് ടു ഇൻട്രൊഡ്യൂസ് സം ചേഞ്ച്, സെർഫ്ഡം ആൻഡ് ബോണ്ടഡ് ലേബർ വാസ് എബോളിഷ്ഡ്. എങ്കിലും ഇങ്ങനെയൊക്കെ ഇവരുടെ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ഈ റെവല്യൂഷൻ അല്ലെങ്കിൽ ഫൈറ്റൊക്കെ നടക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള അവരുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ ചില ചേഞ്ചസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് സെർഫ്ഡം, അതായത് അടിമകളാക്കിയിട്ട് സ്ലേവറി ആക്കിയിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ചെയ്ത് അല്ലെങ്കിൽ ഫാമേഴ്സിനൊക്കെ സ്ലേവ്സിൻ്റെ പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലെ അവർ ബിഹേവ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലേവറി പോലെ സെർഫ്ഡം പോലെയുള്ള സിസ്റ്റംസൊക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ ഫോഴ്സ് ചെയ്തിട്ട് ജോബ് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റംസൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഹംഗേറിയൻസ് വർ ഗ്രാൻഡഡ് മോർ ഓട്ടോണമി. ഹംഗേറിയൻസിന് കൂടുതലായിട്ടുള്ള ഓട്ടോണമി, അതായത് അവർക്ക് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള അവകാശം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ജർമ്മനിയെക്കുറിച്ചും ഇറ്റലിയെക്കുറിച്ചും ബ്രിട്ടനെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ജർമ്മനി ഓട്ടോമോൺ ബിസ്മാർക്ക് എന്ന് പറയുന്നത് ഒരാളാണ് കേട്ടോ. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പ്രഷ്യൻ ആർമി ആൻഡ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ബ്യൂറോക്രസി ലെഡ് ദ മൂവ്മെൻറ്റ് ടു യുണൈറ്റ് all the German states into one nation. After the unification, Kaiser William I of Prussia became the head emperor of the new German Empire. ഓട്ടോമോൺ ബിസ്മാർക്ക്, അതായത് ബിസ്മാർക്ക് പ്രഷ്യൻ്റെ ആർമിയുടെയും അതുപോലെ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെയും ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയൊക്കെ ബ്യൂറോക്രസി അവരുടെ ഹെൽപ്പോടുകൂടെ എല്ലാ ജർമ്മൻ സ്റ്റേറ്റിനെയും ഒന്നിപ്പിക്കുന്ന ഒരു കോൺഫെഡറേഷന് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓട്ടോമൻ ബിസ്മാർക്ക് എന്ന് പറയുന്ന ആൾ പ്രഷ്യൻ സൊസൈറ്റിയുടെയും പ്രഷ്യൻ ആർമിയുടെയും ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയും ഹെൽപ്പോടുകൂടെ എല്ലാ ജർമ്മൻ സ്റ്റേറ്റിനെയും ഒന്നാക്കുന്ന രീതിയിലുള്ള ഒരു കോൺഫെഡറേഷന് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ജർമ്മനിയുടെ ഈ ഒരു ഒന്നാക്കുന്ന ഒരു സിസ്റ്റത്തിന് ശേഷം വില്യം അതായത് നമ്മുടെ വില്യം എന്ന് പറയുന്ന ആൾ ന്യൂ ജർമ്മൻ എംപയറിൻ്റെ കിങ് ആയിട്ട്, കേസർ എന്ന് പറയുമ്പോൾ കിങ് അല്ലെങ്കിൽ എംപറർ എന്നൊക്കെയാണ് പറയുന്നത്, എംപററായിട്ട് വരും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റലി വാസ് വൺസ് ഡിവൈഡ് ഇൻ ടു 7 സ്മോൾ സ്റ്റേറ്റ്സ്. ഒരു സമയത്ത് ഇറ്റലി എന്ന് പറയുന്നത് 7 സ്മോൾ സ്റ്റേറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. ഔട്ട് ഓഫ് ദീസ്
only Sardinia Pedmen was ruled by an Italian king. അവയിൽ സാർഡിനിയ പിഡ്മൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് മാത്രമാണ് ഇറ്റാലിയയിലെ കിങ്ങിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇറ്റാലിയൻ കിങ്ങിന് പവർ ചെയ്യാനുള്ള റൂൾ ഉണ്ടായിരുന്നത്. ആൻഡ് ഫസ്റ്റ് ജിസപ്പെ മസിനി സ്റ്റാർട്ടഡ് ടു പ്ലാൻ ടു യുണൈറ്റ് ഇറ്റലി ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സക്സീഡ്. പക്ഷേ ആദ്യം ജിസപ്പെ മസീനി ഇറ്റലിയെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് പിന്നീട് എന്താ സംഭവിച്ചത്? ലേറ്റർ കേവർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് സർഡിനിയ പിഡ്മൻ ദ ലീഡ് ദ മൂവ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജിസപ്പെ ഗരിബൽദി. അത് പിന്നീട് കൗണ്ട് കാമിലിയോ ഡി കേവർ ജിസപ്പെ ഗരിബൽദിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവർ ഇറ്റലിയെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിലേക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺഫെഡറേഷന് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. And at last, finally, in 1861, Victor Emmanuel II was declared the king of United Italy. ലാസ്റ്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? 1861 വിക്ടർ ഇമ്മാനുവൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ യുണൈറ്റഡ് ഇറ്റലിയുടെ കിങ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ബ്രിട്ടൻ്റെ സ്ട്രേഞ്ച് കേസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇൻ 1688 ഇംഗ്ലണ്ട് ബിക്കേം എ നേഷൻ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റാർട്ടഡ് ബീയിങ് റൂൾഡ് ബൈ വൺ ഗവൺമെൻറ് ഇൻസ്റ്റെഡ് ഓഫ് മെനി സ്മോൾ കിങ്ഡംസ്. 1688 ഇംഗ്ലണ്ട് ഒരു നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് വരുന്ന സ്മോൾ കൺട്രീസിനൊക്കെ പകരമായിട്ട് ഒരൊറ്റ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൻ്റെ കീഴിൽ അണ്ടറിൽ ഒരു കൺട്രി നേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദി ഇംഗ്ലീഷ് പാർലമെൻറ്റ് ടുക്ക് പവർ ഫ്രം ദി കിങ് മൊണാർക്കി ആൻഡ് ബിക്കം ദി മെയിൻ റൂൾ ഓഫ് ദി കൺട്രി. ഇംഗ്ലീഷ് പാർലമെൻറ്റ് കിങ്ങിൽ നിന്നും അവർക്കുള്ള പവർ സ്വന്തമായിട്ട് അവരുടെ അധികാരം ഒറ്റക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കൺട്രിയുടെ ഇംഗ്ലീഷ് പാർലമെൻറ്റിലെ കിങ് ഒരു കൺട്രിയുടെ മെയിനായിട്ടുള്ള ഒരു റൂളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇൻ 1707 the Act of Union joined England and Scotland together. This created the United Kingdom of Great Britain. 1707 ആക്ട് ഓഫ് യൂണിയൻ 1707 വഴി ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും ഇവർ തമ്മിൽ ഒന്നിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതോടെ യുണൈറ്റഡ് കിങ്ഡം ഒരു ഗ്രേറ്റ് ബ്രിട്ടനായിട്ട് ഫോം ചെയ്തു. And the new British nation was built later in 1801. Ireland was forcibly joined to Britain after an Irish rebellion failed. ആൻഡ് 1807 അയർലൻഡിലെ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ആ ഒരു വാർ ഫെയിൽ ആയതോടുകൂടെ അയർലൻഡിനെ അവർ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ട് ബ്രിട്ടനുമായിട്ട് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ന്യൂ ബ്രിട്ടീഷ് നേഷൻ വാസ് ബിൽറ്റ് മെനി അറൗണ്ട് ഇംഗ്ലീഷ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ട്രഡീഷൻസ്. ന്യൂ ബ്രിട്ടീഷ് നേഷനും മെയിനായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിനെയും ഇംഗ്ലീഷ് കൾച്ചറിനെയും അവരുടെ കസ്റ്റംസിനെയും ഒക്കെ ബിഹേവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ബിലീവ് ചെയ്തിട്ടുള്ളതായിരുന്നു, ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതർ ഗ്രൂപ്പ്സ് വെൽഷ്, സ്കോട്ടിഷ് ആൻഡ് ഐറിഷ് വെർ ഓഫൺ ടു ഫോഴ്സ് ദം ടു ആക്സെപ്റ്റ് ഇംഗ്ലീഷ് വേ ഓഫ് ലൈഫ്. വെയിൽസ്, സ്കോട്ടിഷ്, ഐറിഷ് എന്നീ സൊസൈറ്റിയിലേക്ക് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾ കൂടുതലായിട്ടും ഇംഗ്ലീഷിൻ്റെ അവരുടെ സ്റ്റൈലിനെയും അതുപോലെ അവരുടെ കൾച്ചറിനെയും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്വലൈസിങ് ദി നാഷൻ, ഒരു നാഷനെ കുറിച്ചിട്ട് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഫ്രെഡറിക് സോറി എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത് എന്നുള്ളത്. നാഷൻസ് വെർ പോർട്രേഡ് ആസ് ഫീമെയിൽ ഫിഗർ. ഫീമെയിൽ ഫിഗറിനെ വെച്ചിട്ടാണ് എപ്പോഴും നാഷൻ എന്ത് ചെയ്യുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ദി ഫീമെയിൽ ഫോം ദാറ്റ് വാസ് ചോസൺ ടു പേഴ്സണിഫൈ ദ നാഷൻ ഡിഡ് നോട്ട് ഓൾഡ് ഫോർ എനി പെർട്ടിക്കുലർ വിമൺ ഇൻ ദ റിയൽ ലൈഫ്. അതായത് ഒരു കൺട്രിയെ അല്ലെങ്കിൽ ഒരു നാഷനെ മറ്റുള്ളവരുടെ മുൻപിൽ സക്സസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു വിമൺ ഫിഗർ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫിഗർ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അത് റിയലായിട്ടുള്ള ഒരു ഫീമെയിലിനെയല്ല എന്താ പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു നാഷൻ എന്നുള്ളത് സക്സസ് ആയി കാണുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ട് മൊമെൻറ്റ് സക്സസ് ആക്കാൻ അല്ലെങ്കിൽ അത് എന്താ പറയുക റെഡിയാക്കി ഇമാജിനറി അല്ല എന്നുള്ളത് എല്ലാവർക്കും റിയലായിട്ട് കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു വിമൺ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫിഗർ എപ്പോഴും വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. ഓക്കെ, rather than so to act idea of abstract idea of concrete formal
And France, the allegory was christened as a marine in marine in and Germany became the allegory. അതായത് ഫ്രാൻസിൽ ഇങ്ങനെയുള്ള വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഫിഗറിനെ മെറൈൻ എന്നും ജർമ്മനിയിൽ ജെർമേനിയ എന്നുള്ളതും ആ ഒരു കൺട്രിയുടെ എന്താ പറയുക അവരുടെ സൈനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഫ്രാൻസിൽ മെറൈൻ എന്നും ജർമ്മനിയിൽ ജെർമേനിയ എന്നുമാണ് പറയുന്നുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ലവ് ആൻഡ് പ്രൈഡ്. ഓക്കെ, നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം കുറിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ലവ് ആൻഡ് പ്രൈഡ് ഫോർ യുവർ ഓൺ കൺട്രി. നാഷണലിസം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്വന്തം നാഷനോടുള്ള ലവ്, ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രൗഡ് എന്നൊക്കെയാണ് നാഷണലിസം എന്ന് പറയുന്നത്. ദ ഫീലിംഗ് ദാറ്റ് യുവർ നാഷൻ ഈസ് സ്പെഷ്യൽ ആൻഡ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓർ സ്ട്രോങ്. ഒരു എന്താ നമ്മുടെ ഓണായിട്ടുള്ള കൺട്രി അത് സ്പെസിഫിക് ആയിട്ടുള്ളതും നമുക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുന്നതും നല്ല പവറായിട്ടുള്ളതും ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് അവിടെ ജീവിക്കുന്ന ആളുകളുടെ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. an എക്സാമ്പിളായിട്ട് നമ്മൾ പീപ്പിൾ വാണ്ടിങ് ദിയർ കൺട്രി ടു ബി ഫ്രീ ഫ്രം ഫോറിൻ റൂളിൽ നിന്ന് സ്വന്തം കൺട്രിയെ ഫ്രീ ആയിട്ട് നിർത്തുക എന്നുള്ളത് അവിടെ താമസിക്കുന്ന നേഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ഡ്രീമാണ്. ആൻഡ് ഇമ്പീരിയലിസം, when a country takes control over other countries and rules them. അതായത് നമുക്ക് ഇമ്പീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രി മറ്റൊരു കൺട്രിയെ റൂൾ ചെയ്തിരിക്കുന്നതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഒരു കൺട്രി മറ്റൊരു കൺട്രിയെ റൂൾ ചെയ്യുന്നതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത് കേട്ടോ. ദ ഗോൾ ഈസ് യൂഷ്വലി ടു ഗെയിൻ പവർ, ലാൻഡ്, റിസോഴ്സ്, ഇൻഫ്ലുവൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് ലാൻഡ്, പവർ, ഈ റിസോഴ്സ്, ഇൻഫ്ലുവൻസ് ഒക്കെ അവരുടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ